നമ്മുടെ ഉള്ളിലെ ചിന്ത ഒരാളെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാൽ അതിലും പ്രയാസമുള്ളൊരു കാര്യം പറയട്ടെ. മറ്റൊരാൾ കടന്നു പോകുന്ന അവസ്ഥ ശരിയല്ലെന്നും അറിഞ്ഞിട്ടും അത് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അതെ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനത്തിൽ മനുഷ്യന്റെ അടിയന്തര സാഹചര്യങ്ങളിലെ മാനസികാരോഗ്യ സംരക്ഷണം എന്നുള്ളതാണ് വിഷയം. പലപ്പോഴും ഈ രോഗങ്ങളെപ്പറ്റി നമുക്ക് അവെയർ അല്ലാത്തതുകൊണ്ടും നമുക്കൊരാളെ മനസ്സിലാക്കാനോ ഒരാളെ മനസ്സിലാക്കിപ്പിക്കാനോ പലപ്പോഴും കഴിയത്തില്ല. പക്ഷേ നമുക്ക് ചില സൂചനകൾ കിട്ടും. ഇത് നോർമൽ അല്ല, ഇങ്ങനെയല്ല ഇടപെടേണ്ടത്. ഇവിടെയാണ് മാനസിക ആരോഗ്യത്തെ പറ്റിയുള്ള 4 സൂചകങ്ങൾ ഞാൻ പറയുന്നത്. ഒരാളിൽ ഡിസ്ട്രെസ് വളരെ ശക്തമാന്നിരിക്കട്ടെ, അമിതമായ ആകുലത. അത് നടന്ന കാര്യങ്ങളെ പറ്റിയാകാം, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാകാം. അത് സാധാരണയിൽ കൂടുതലായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഉറക്കം, ഭക്ഷണം, ജീവിത രീതി ബാധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ സൂചകമായി കാണണം. അത് എത്ര നാളെന്നുള്ളൊരു ബാധകമാണ്. അതൊരു 2 ആഴ്ചയിൽ കൂടുതലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. ഇനി അടുത്തത് ഡിസ്ഫങ്ഷനാണ്. പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രായത്തിൻ്റെയും കഴിവിൻ്റെയും സാഹചര്യത്തിൻ്റെയും അനുസരണമായിട്ട് അയാൾ ഫങ്ഷൻ ആകുന്നില്ല. ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ ഒരുപക്ഷെ അമ്മയെ നോക്കണം, കരയണം, അല്ലേ? ഇച്ചിരൂടെ വലിയ കുട്ടിയാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും കുറച്ചും കൂടെയൊക്കെ അനുസരിക്കണം, പല കാര്യങ്ങളിലും അവരുടെ ഡെയിലി റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇച്ചിരി മുതിർന്ന കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ സൊസൈറ്റിയോട് ചേർന്നിരിക്കണം. പഠനത്തിലും മറ്റു ഉത്തരവാദിത്തങ്ങളിലൊക്കെ ക്രമീകൃതമായി പോകണം. ഇനിയൊരു വിവാഹിതനായ ഒരാളാണെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ മറ്റുള്ളവരെയും കൂടെ കെയർ ചെയ്യണം, കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആകണം, ജോലിക്ക് പോകണം, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ ഫങ്ഷണാലിറ്റികളുണ്ട്. ഇനി പ്രായമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് സ്വന്തം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രായത്തിലും അവരെത്തേണ്ട ആ ഫങ്ഷണാലിറ്റി എത്തുന്നില്ലെങ്കിൽ അതൊരു രോഗാതുരമായ അവസ്ഥയാണ്. ഇനി 3, ഒരാൾക്കുണ്ടാകുന്ന ഡീവിയൻ ബിഹേവിയർ. അതായത് സാധാരണയല്ലാത്ത ചില പ്രകൃതങ്ങൾ, അമിതമായ ജാഗ്രത, അമിതമായ സംശയം, നമ്മുടെ സാധാരണ പ്രകൃതങ്ങളല്ലാത്ത ചില രീതികൾ ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് ചില രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആരോഗ്യക്കുറവിൻ്റെ ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കണം. 4മത്തെയാണ് ഡേഞ്ചറസ് ബിഹേവിയർ, അപകടകരമായ സ്വഭാവങ്ങൾ. ചിലത് അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഗൗരവമായി കാണുന്നില്ല. അത് ചില മദ്യം പോലത്തതിൻ്റെ ഉപയോഗത്തിൻ്റെ, അമിതമായ ഉപയോഗത്തിൻ്റെ സ്വഭാവമാകാം, അല്ലെങ്കിൽ അമിതമായ രീതിയിൽ എന്താ പറയുക, ഉന്മാദ അവസ്ഥയിൽ ഒരു നടക്കുന്നതാകാം ഒക്കെയും, അല്ലെങ്കിൽ സൂയിസൈഡ് പോലത്തെ ആത്മഹത്യാ പ്രവണതയെപ്പറ്റി സംസാരിക്കുന്നു, ഇടപെടുന്നതുമാകാം. ഇതൊക്കെയും ഒരാളുടെ മാനസികാരോഗ്യമായ പ്രശ്നത്തിൻ്റെ സൂചകങ്ങളായിട്ട് വേണം. ഇത് നമ്മിലാണെങ്കിലും മറ്റൊരാളിലാണെങ്കിലും ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ശരിയായ ചികിത്സകൾ, ശരിയായ സപ്പോർട്ടുകൾ ഏത് രോഗം പോലെയും ഈ രോഗത്തെയും മാറ്റാൻ കഴിയും. കാരണം മാനസിക രോഗങ്ങളെല്ലാം ശാരീരിക രോഗങ്ങളാണ്. തലച്ചോറെന്ന് പറയുന്ന അവയവത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങളാണ് ഈ രോഗത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ മാനസികാരോഗ്യ ദിനത്തിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.